രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ആശുപത്രിയിൽ OP പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. മുൻപ് കിടത്തി ചികിത്സ പോലും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ OP പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. 4 ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് മാസങ്ങളായി ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് സ്ഥിരമായി ഉള്ളത്. മെഡിക്കൽ ഓഫീസർ വിവിധ ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ OP മുടങ്ങിയ സാഹചര്യവുമുണ്ട്. ഗ്രാമീണ മേഖലയായ മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയടക്കം ആശ്രയിച്ച ആളുകൾ എത്തുമ്പോൾ മാത്രമാണ് ഡോക്ടർ ഇല്ലെന്ന വിവരം അറിയുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞതായി പൊതുപ്രവർത്തകർ പറയുന്നു. നമുക്കറിയാം, മുല്ലക്കാനം ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട്. കാരണം 5-6 ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ആവശ്യത്തിന് കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൂടി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അതിലും ഉപരി ഇതിൻ്റെ ഒരു ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് മരുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാം ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം നമുക്കറിയാം, ഇവിടെ 5 വർഷം മന്ത്രിയായും 4 വർഷം MLAയുമായി ഇരുന്ന MM മണി ഈ ആശുപത്രിയുടെ മൂക്കിൻ്റെ താഴെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്ന് അവകാശപ്പെടുകയും പാവങ്ങളുടെ പടത്തലവൻ പാർട്ടിയായി അധികാരത്തിൽ വരികയും ചെയ്ത ഈ LDF സർക്കാർ ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് സൂചിപ്പിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി നിർത്തലാക്കിയ കിടത്തി ചികിത്സ ഇതുവരെയും പുനഃസ്ഥാപിക്കാത്തത്. വെള്ളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെങ്കിലും ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പുതുതായി നടക്കുന്നുണ്ട്.